ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി കൃഷ്ണനോട് നല്ല സ്നേഹത്തോടുകൂടി സംസാരിക്കാട്ടോ ചെയ്യുന്നത്. അവൾക്ക് ഈ വീടും സ്ഥലവും വിട്ട് തന്നല്ലോ സർ, എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിന് മാത്രം ചെയ്യാനായിട്ട് സർ എൻ്റെ ആരാണെന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും അതെന്താ കൺമണി അങ്ങനെ പറയുന്നത്, നിൻ്റെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൂടിയല്ലേ, അത് നീ എന്താ മനസ്സിലാക്കാത്തത്, മാത്രമല്ല നീ ജീവിച്ച ഈ സ്ഥലം, അതായത് നിൻ്റെ സന്തോഷങ്ങളും സമാധാനവും കളിചിരികളും എല്ലാം ഏറ്റെടുക്കുന്ന ആ വീട് എങ്ങനെയാണ് ഞാൻ വിട്ടുകൊടുക്കുക മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, അത് ഞാൻ നിനക്ക് തിരിച്ചു എടുത്ത് തരണ്ടേ മോളെ, അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്, നിൻ്റെ എൻ്റെ എന്നില്ല നമ്മുടെ, അങ്ങനെ തന്നെ മോള് ചിന്തിച്ചാൽ മതി എന്നൊക്കെ കൺമണിയോട് പറയുന്നു കേട്ടോ. കൺമണിക്ക് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി കൃഷിൻ്റെ മാറത്ത് ചായ കേട്ടോ. അപ്പോഴത്തേനും കൺമണി, ഇത് അമ്പലമാണ് കേട്ടോ, നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് പറയുന്നു. അമ്പലമായാൽ എന്താ, നാട്ടുകാർ ചിലപ്പോൾ പലതും പറഞ്ഞേക്കാം, പക്ഷേ ദൈവത്തിന് നമ്മുടെ സ്നേഹബന്ധം എന്താണെന്നുള്ളത് അറിയാം, അതുകൊണ്ട് ആ കാര്യത്തിലും പേടിയില്ല എനിക്കെന്ന് പറയുന്നു. ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, അതുകൊണ്ടാണല്ലോ എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിലും നിൻ്റെ സന്തോഷം ഞാൻ തിരിച്ചെടുത്തത്, നീ എൻ്റെ പെണ്ണാണ്, നീ എൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടവളാണ് എന്നൊക്കെ കൃഷി കൺമണിയോട് പറയുന്നു. ആ സമയത്തിനാണ് അച്ഛൻ വരുന്നത് കേട്ടോ, ശ്രീനിവാസൻ വരുന്നുണ്ട്, മോളെ എന്ന് വിളിക്കുന്നു. അപ്പോൾ കൺമണി പോയിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോനെ, നീ ചെയ്തത് ഒരുപാട് വലിയ ഉപകാരമാണെന്ന് പറയുന്നു കേട്ടോ. ഒരു മരുമകൻ ചെയ്യുന്ന കടമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ, അച്ഛന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി ആ വീടും സ്ഥലം ആരും കൊണ്ടുപോകില്ല, ഇനി നിങ്ങൾക്കത് സ്വന്തമാണ്, കൺമണിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും വന്ന ഉടനെ തന്നെ കൺമണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഏത് സഹായത്തിനും ഉണ്ടാവും എന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗറും അതുപോലെ ആൻറ്റിയമ്മയും കൂടി സംസാരിക്കുന്ന കേട്ടോ. സാഗറാണെങ്കിലോ ഫോൺ ചെയ്യാണ് ആൻറ്റിയമ്മയ്ക്ക്, എന്തോ പറ്റി മോനുട്ട, എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുമ്പോൾ ആ ചേച്ചിയമ്മേ ഒരു നല്ല രണ്ട് സന്തോഷ വാർത്തകൾ പറയാനുണ്ട്, മാത്രമല്ല എല്ലാം കൊണ്ടും നല്ലതാണ് നമുക്കെന്ന് പറയുന്നു. എന്താ മോനെ കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ കൃപമോള് ശരിക്കും സംസാരിച്ചു തുടങ്ങി, അവളിങ്ങനെ വിക്കിയിട്ടൊക്കെ ആയിരുന്നു അന്ന് സംസാരിച്ചത്, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, വളരെ നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ആൻറ്റിയമ്മ സങ്കടം കൊണ്ട് കരയാട്ടോ. ചേച്ചിയമ്മ എന്തിനാ കരയുന്നത്, വിഷമിക്കേണ്ട ചേച്ചിയമ്മ, ഇത് നമ്മൾ ആഗ്രഹിച്ച നിമിഷമല്ലേ, അത് മോനുട്ട, ഈ അവളുടെ ഭേദമാവട്ടെ, എത്ര കാലത്തെ ആഗ്രഹമാണ് നമ്മുടെ എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യങ്ങളുണ്ട്, അവൾ ആദ്യമായി ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലരാമനെ ജയിലിൽ നിന്ന് പുറത്താക്കണം, അവന് കൊടുത്തിരിക്കുന്ന ആ കേസ് പിൻവലിക്കാനാണെന്ന് പറയുന്നു. എന്താ നീ ഈ പറയുന്നതെന്ന് ചേച്ചിയമ്മ ചോദിക്കുക കേട്ടോ. എന്താണെന്നറിയില്ല, അവൾക്ക് കുറ്റബോധമാണോ, ഇനി അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, ഒന്നും എനിക്കറിയില്ല, അവൾ ആഗ്രഹിച്ചത് അതാണ്, സുജു അതാണ് പറയുന്നത്, ആ കേസ് പിൻവലിക്കാനെന്ന്. എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത്, അവൾ ആഗ്രഹിച്ചല്ലേ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, അതിനുവേണ്ടി ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, ഞാനും സുജു എന്ന് പറയുന്നു. കൃപമോൾ ഇപ്പോൾ വരില്ല, അവൾക്ക് ഒന്നും കൂടി റെഡി ആവട്ടെ എന്നിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയമ്മയുടെ അഭിപ്രായം എന്താ, ഞാൻ എന്താ മോനു പറയേണ്ടത്, കൃപമോളുടെ അസുഖമല്ലേ നമ്മുടെ ഏറ്റവും വലിയ കാര്യം, അത് ഭേദമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെ പോവില്ലേ, അതുകൊണ്ട് ഇതൊന്നും ഞാൻ എതിർപ്പ് പറയില്ല എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം, എന്താ അവളുടെ ഉദ്ദേശം എന്ന് അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും കൺമണിയാട്ടോ കാണിക്കുന്നത്. കൺമണി കൃഷ്ണന് പൊട്ടൊക്കെ വെച്ച് കൊടുക്കുക, അതായത് പ്രസാദം നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഉണ്ണിത്തിരുമേനി വരുന്നുണ്ട്. ആ കൺമണി ചേച്ചി എന്ന് പറയുന്നു, രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ, എല്ലാ പ്രശ്നങ്ങളും മാറിയില്ലേ എന്ന് പറയുന്നു. ഈ ക്രിസ്റ്റാറുണ്ടല്ലോ ഇവിടെ വന്നിട്ട് കൺമണി ചേച്ചിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്, രണ്ടാളുടെ പിണക്കം മാറ്റാനെങ്കിലും പൂജയുണ്ടോയെന്ന് വരെ എന്നോട് ചോദിച്ചു. അപ്പോൾ കൺമണി കൃഷ്ണൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും തിരുമേനിയുടെ മുന്നിൽ കണ്ണിറുക്കി കാണിക്കുക കേട്ടോ കൃഷ്. അതെന്തിനാണ് കണ്ണൊക്കെ ഹിമ്മി കാണിക്കുന്നത്, എനിക്ക് നല്ല പോലെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹമാണ് ഏറ്റവും വലുത്, അതിലൂടെ തന്നെ ഒരാളുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്താണെന്നൊക്കെ ഉണ്ണിത്തിരുമേനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കൺമണിയോട്. അതിനുശേഷം തന്നെ നല്ലതാണല്ലോ, എന്തായാലും നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെ കേട്ടു എന്നായിരിക്കുമല്ലേ, എനിക്ക് ആനച്ചെവിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേട്ടതെന്നൊക്കെ ഉണ്ണിത്തിരുമേനി ആ ഒരു കൃഷ്ണനോടും അതുപോലെ തന്നെ കൺമണിയോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്തായാലും നിങ്ങളുടെ സംസാരം നടക്കട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അല്ല, ഈ ഒരു പിണക്കം മാറ്റാനൊക്കെ പൂജയുണ്ടെന്ന് ഉണ്ണി തിരുമേനിയോട് ചോദിക്കുന്നതാണോ ഉണ്ടല്ലോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അല്ല കൺമണി, ഞാൻ ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചോദിച്ചു പോകുന്നു പറയുന്നു. എൻ്റെ സാറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ചിരിക്കുക കേട്ടോ. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, കൃഷി പറയുന്നുണ്ട്, നിനക്കൊരു എതിരാളി വരാനായിട്ട് പോകുന്നു ശ്രീദേവി, ആൾ ഇന്ന് ജോയിൻ ചെയ്യുന്നതാണ് മാനസ പറഞ്ഞത്, വരട്ടെ, ഇനി നമുക്ക് കാണാമെന്ന് പറയുന്നു. അതിനുശേഷം ശ്രീദേവി വരിക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം അവിടുത്തെ ഡിസൈനേഴ്സിൻ്റെ മുന്നിൽ മാനസ ശ്രീദേവിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് നിങ്ങളുടെ ചീഫ് ഡിസൈനർ
അത് പാരീസിൽ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശ്രീദേവി. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രീദേവിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവൾ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് ക്രഷ് അങ്ങോട്ട് വരുന്നു കേട്ടോ. ക്രഷ്, ഇതാണ് ശ്രീദേവി. ശ്രീദേവി ഇതാണ് ഇവിടുത്തെ MD ക്രിസ് സാഗർ എന്ന് പറയുന്നു. ഹലോ സർ എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുന്നു കേട്ടോ. സ്വാഗതം ശ്രീദേവിക്ക് എന്ന് പറയുന്നു. ശ്രീദേവി പിന്നെ സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട്, അതുപോലെ കൃഷ്ണനോടും പറയുന്നുണ്ട്, ഇവിടുത്തെ ഡിസൈനൊക്കെ വല്ലാതെ മോശമാണ് സർ. ഞാൻ എല്ലാം സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനുണ്ട് നമുക്കെന്ന് പറയുന്നു. പിന്നെ സ്റ്റാഫിനോട് എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഡിസൈൻ വല്ലതും കാണുകയാണെങ്കിൽ ഞാൻ പിച്ച് ചീന്തി കളയും. പിന്നെ ഇവിടെ നല്ല ഡിസൈൻമാർക്ക് ഇവിടെ യോഗ്യതയുള്ളൂ, അല്ലാത്തവർക്ക് ഇവിടെ നിൽക്കാൻ പോലും അധികാരമില്ല. അതിൻ്റെ ചാർജ് എനിക്ക് വേണം. പുതിയ ആൾക്കാരെ ഞാൻ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു കേട്ടോ. പക്ഷേ കൃഷ്ണ ഒന്നും പറയാൻ പറ്റില്ല, മാനസയുടെ അഭിപ്രായമാണല്ലോ ഇതെല്ലാം. ശരിയെന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മാനസ നമ്മുടെ ശ്രീദേവിയോട് പറയുന്നുണ്ട്, ഒരാളും കൂടിയുണ്ട് കൺമണി, അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറയുന്നു. അത് ഞാൻ ഏറ്റു. അതിനുശേഷം കൃഷ് കൺമണി വിളിച്ചിട്ട് പറയുന്നു, ആ ശ്രീദേവി നിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല അവൾ നല്ലൊരു എൻട്രി അവിടെ നടത്തി. ഈ ഡിസൈനറൊന്നും പോരാ എന്നുള്ള രീതിയിലാണൊക്കെ പറഞ്ഞു വരുന്നത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണേ, അവൾ വരുമ്പോൾ ഞാനൊന്നും ഇടപെടില്ല, ഞാൻ പിറകിലേ നിൽക്കുള്ളൂ എന്ന് നിനക്കറിയാലോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം സാറ്, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ മാനസ ശ്രീദേവിയെ കൂട്ടിക്കൊണ്ട് കൺമണിയെ ക്യാബിലേക്ക് വരുന്നു കേട്ടോ. ഇതാണ് ശ്രീദേവി, കൺമണി, ഇവിടുത്തെ ഡിസൈനർ. കൺമണി ഇതാണ് നമ്മുടെ പുതിയ ഡിസൈനർ, അതുപോലെ തന്നെ ശ്രീദേവി എന്ന് പറയുന്നു. അങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് നമസ്കാരം എന്ന് പറയുന്നു. അപ്പോഴത്തേനും ശ്രീദേവി ഒന്ന് ചമ്മുന്നുണ്ട് കേട്ടോ. ശ്രീദേവിക്ക് ഇവിടെ സ്വാഗതം എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും മാനസ് പറയുന്നുണ്ട്, ശ്രീദേവിയോ, ശ്രീദേവി മാഡം എന്ന് വിളിക്കണം. എന്തിനാ, അതിൻ്റെ ആവശ്യം എന്താണ്? ഞാനും ശ്രീദേവിയും ഒരു ജോലിയല്ലേ ചെയ്യുന്നത്, ചീഫ് ഡിസൈനർമാരാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പേര് വിളിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം മാഡം എന്ന് വിളിക്കാം. ഞാൻ അങ്ങോട്ടും മാഡം എന്ന് വിളിക്കണമെങ്കിൽ തിരിച്ചും ഇങ്ങോട്ടും വേണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ മനസ്സിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ പാരീസിലാണ് ഞാൻ പഠിച്ചത്, അവിടുത്തെ കോളേജിലാണ് പഠിച്ചത്, കൺമണി എവിടെ പഠിച്ചു എന്നൊക്കെ കൺമണി ഒന്ന് വിലയിരുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഗവൺമെൻറ് കോളേജിലാണ് ഡിസൈനിങ് പഠിച്ചത്. പിന്നെ ചുമരിലും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ വരച്ചിട്ട് തന്നെയാണ് എൻ്റെ ഡിസൈനിൻ്റെ കഴിവ് തെളിയിച്ചെന്ന് പറയുന്നു. അതൊക്കെ എന്താ കൺമണി, ഇങ്ങനെ ലോക്കലാണെന്ന് പറയുന്നു. ഇതെൻ്റെ സന്തോഷമാണ്, ഇത് പറയാൻ എനിക്ക് ഒരിക്കലും മടിയില്ല എന്ന് പറയുന്നു. പിന്നെ മാനസ പറയുന്നുണ്ട്, ഈ ക്യാബിൽ രണ്ടുപേരും കൂടി ഷെയർ ചെയ്യണമെന്ന് പറയുന്നു. അതിൻ്റെ കാര്യം എന്താ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പാരീസ് കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ശ്രീദേവിക്ക് ക്യാബിൻ ഷെയർ ചെയ്യേ, അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. ശ്രീദേവിയോട് വന്നേ, ഇവിടെ ഇരുന്നോ, ഈ ക്യാബിൻ ഒറ്റയ്ക്ക് തന്നെ ശ്രീദേവി എടുത്തോളൂ എന്ന് പറയുന്നു. അങ്ങനെ പിടിച്ചു വലിച്ച് ഇവിടെ ഇരുത്താട്ടോ ചെയ്യുന്നത്. നീ എന്താ കുറച്ച് ഓവറാവുകയാണോ? ഓവറാവുന്നില്ല മാഡം, അവളിവിടെ ഇരുന്നോട്ടെ, ഞാൻ പോയിക്കോളാം, എനിക്ക് പുറത്ത് പോകുന്നത് തന്നെ ഇഷ്ടം, ഈ ക്യാബിൽ ശ്രീദേവി ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ശ്രീദേവി ഒന്ന് മിരട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ ശ്രീദേവി എന്നോട് മത്സരിക്കാൻ നിൽക്കേണ്ട, ഒരു കാർഡിൽ 2 സിംഹത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ ഒരു ക്യാബിൽ 2 ചീഫ് ഡിസൈനർ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്രയും പെട്ടെന്ന് പൊയ്ക്കോളാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ മാനസയ്ക്ക് ഒരുമാതിരി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അന്തസ്സോടുകൂടി കൺമണി നല്ല വർത്തമാനം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാം കേട്ടോ. പക്ഷേ അവിടെ നിന്ന് പോയപ്പോൾ കൃഷ്ണന് ഭയങ്കര സങ്കടമുണ്ട്, ഇവളെങ്ങോട്ടേക്ക് പോകുന്നത്. അതിനുശേഷം തന്നെ ശ്രീദേവി അതുപോലെ മാനസയും കൂടി സംസാരിക്കുന്നുണ്ട്. ആൾ കുറച്ച് പുലിയാണല്ലോ, ഒതുക്കാൻ കുറച്ച് പണിയുണ്ട്, അവളെ സൂക്ഷിക്കണം എന്ന് പറയുന്നു. അതിന് എനിക്ക് മനസ്സിലാവേണ്ടത്, എന്തായാലും അവളെ പുറത്താക്കി, അവളുടെ ഈ പേര് ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആ ഒരു പേരെടുത്തിട്ട് ബാസ്ക്കറ്റിലിടുന്നു കേട്ടോ. അതിനുശേഷം ക്രഷ് ഇതെല്ലാം കണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ കൺമണി അവിടുത്തെ സാധാ ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ പോയിരിക്കുന്നു. കൺമണി വന്നിരിക്കുകയാണ്. ഇനി എല്ലാവരും കൺമണിക്ക് സ്വാഗതം പറഞ്ഞ് എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. എന്തായാലും കൺമണി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. ഞാനും അതുതന്നെ ആഗ്രഹിച്ചത്. അതിനകത്തിരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. പിന്നെ പുതിയ ചീഫ് ഡിസൈനർ വന്നപ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണ്ടേ എന്ന മാനസ പറയുന്നത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോന്നു. അവൾ കുറച്ച് ഭരിക്കുന്നൊരു കൂട്ടത്തിലാണ്. വന്നപ്പോഴേ ഞങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്തു. പിച്ച് ചീന്തി കളയുന്നതാണ് ഡിസൈനേഴ്സൊക്കെ നന്നായിട്ടില്ലെങ്കിൽ പറയുന്നത്. അവിടെ കുറച്ച് ഓവറാണല്ലോ. പാരീസിലൊക്കെ പഠിച്ച് വന്നവളല്ലേ, ഓവറാവട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോഴാണ് എനിക്ക് ശ്വാസം വീണത്. നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ സാധിച്ചില്ലേ, എന്തായാലും സന്തോഷം. കൺമണി ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ കൃഷ് കൺമണിയെ വിളിക്കുന്നുണ്ട്. എന്ത് പറ്റി കൺമണി, നീ എന്ത് പണിയാണ് കാണിച്ച്, അവിടെ നിന്ന് എണീറ്റ് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺമണിക്കും എന്താ പോലെ ആവുന്നുണ്ട്. എന്തായാലും കൺമണി അവിടത്തേക്കാളും ഇവിടെയാണ് സുരക്ഷിതത്വം കൺമണിക്ക്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. വൈകിട്ട് നമുക്ക് നല്ലൊരു പ്രൊമോ ആയിട്ട് കാണാം കേട്ടോ.